ശക്തമായിട്ടുള്ള ജ്യോതിഷ മാറ്റങ്ങളാണ് ജൂലൈ മാസത്തിൽ സാക്ഷ്യം വഹിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് 3 രാശിക്കാർക്ക് രാജയോഗം ഉണ്ടാകുന്നുണ്ട്. ബുധൻ്റെയും സൂര്യൻ്റെയും സംയോഗത്താലാണ് ബുധാദിത്യ രാജയോഗം ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ജോലിയിലുള്ള പുരോഗതിയും കരിയർ വളരെയധികം മെച്ചപ്പെടാനും ദാമ്പത്യ സുഖവുമൊക്കെ അനുഭവിക്കുവാനുള്ള യോഗമാണ് വരുന്നത്. നിങ്ങളുടെ ബുദ്ധിയും ആശയവിനിമയവും സാമ്പത്തികമായിട്ടുള്ള എല്ലാ അടിത്തറയും അഭിവൃദ്ധിപ്പെടുന്നതിനുള്ള സൂചനകൾ തന്നെയാണ്. ഒരുപാട് പിന്നോട്ടുള്ള അവസ്ഥയിലാണ്, ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ള അവസ്ഥയിലാണ് ഈ ഒരു യോഗം നിങ്ങളിലേക്ക് രൂപപ്പെടുന്നതെങ്കിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷയോടുകൂടി പ്രവർത്തിക്കുക. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ വിജയം തന്നെ ഉണ്ടാകും. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മേടം രാശിയിലുള്ള അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം ഇത്രയും നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ആഗ്രഹിച്ച രീതിയിലുള്ള പരിഗണനയും അംഗീകാരവും അവസരങ്ങളുമൊക്കെ മുന്നിൽ തെളിയാനുള്ള യോഗമുണ്ട്. പഴയ പല ലക്ഷ്യങ്ങളുണ്ട്, അതൊക്കെ പൂർത്തീകരിക്കാനാവാതെ കിടന്നതാണ്. ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ ഒരുങ്ങും. സ്വന്തം ആശയവിനിമയത്തിലൂടെ തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും. പല കാര്യങ്ങളും ആഗ്രഹിച്ചതുപോലെ തന്നെ എത്തിച്ചേരാനും പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരാനും യോഗമുണ്ട്. അടുത്തതായി കന്നി രാശിയിലുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾക്ക് ഫലമുണ്ട്. മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടും. പലതരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനും യോഗമുണ്ട്. പ്രണയ, വിവാഹ, ദാമ്പത്യ ബന്ധത്തിലൊക്കെ സന്തോഷവും സമാധാനവും നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ്. കന്നി രാശിയുടെ അധിപനാണ് ബുധൻ. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ആ ഒരു ബുധഗ്രഹത്തിൻ്റെ ശക്തിയും പകർന്നു കിട്ടുകയാണ്. ജോലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളിലേക്കും നിങ്ങൾ എത്തിച്ചേരും. വളരെയധികം ആശ്വാസമുള്ള ചില വാർത്തകളായിരിക്കും നിങ്ങളെ തേടി എത്തുന്നത്. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വന്നു ചേരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അടുത്തത് ചിങ്ങം രാശിയിലുള്ള മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ രാജയോഗത്തിൻ്റെ ഫലമായിട്ട് വളരെയധികം അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ, സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള യോഗമുണ്ട്. ചെയ്യുന്ന പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നല്ല വ്യക്തികളെ കണ്ടുമുട്ടാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനും പലതരത്തിലുള്ള അംഗീകാരം തേടിയെത്താനും സാധ്യത.